എന്തെങ്കിലും ഒരു ഐഡിയ പറ രാജേന്ദ്ര. അവരെല്ലാരും നല്ല ഉറക്കത്തില. നീ കൊറേ നേരമായല്ലോ നടക്കാൻ തുടങ്ങിയിട്ട്. എന്തെങ്കിലും ഐഡിയ കിട്ടിയ? എന്തോന്ന് ഐഡിയ? ഞാൻ അത്താഴം കഴിഞ്ഞാൽ മിനിമം 1/2 കിലോമീറ്റർ നടക്കുന്ന പതിവാണ്. പക്ഷെ ഈ റൂമിൽ അതിനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ട്. അല്ല രാജേന്ദ്ര, നീ നിന്റെ പോലീസ് ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള തന്ത്രം വല്ലതും ആലോചിക്കാന്നല്ലേ ഞങ്ങൾ വിചാരിച്ചത്. പാതിരാത്രി 12:30 മണിക്കാണ് തന്ത്രം. ഒരു 8-8:30 മണിക്ക് മുമ്പായിരുന്നെങ്കിൽ ആവശ്യം പോലെ തന്ത്രം ഞാൻ തന്നേനെ. ഇപ്പൊ തന്ത്രം മനയുന്ന ഞരമ്പുകളെല്ലാം ഉറങ്ങിക്കാണും. സാധാരണ മനുഷ്യന്മാര് ഞരമ്പുകളൊക്കെ ഒരു 11 മണിയാകുമ്പോഴേ ഉണരും. ഇത് 12 മണി കഴിഞ്ഞാൽ ഉണരൂല്ലേ? ചേട്ടാ, ഞാനൊരു ഐഡിയ പറയട്ടെ. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ ഭാര്യ പാതിരാത്രി ഐഡിയ പറയുന്നു. മിണ്ടി പോകരുത്. എന്താ ഐഡിയ? ഹലോ, അതെന്റെ ഭാര്യയാണ്. ഐഡിയ പറയാൻ നിൽക്കുന്നു. ആരും അറിയണ്ട, എന്റെ ഐഡിയ ആയിട്ട് തൽക്കാലം നീ അതങ്ങ് വിളമ്പ്. എങ്ങനെയുണ്ടടി? ഞാനിപ്പൊ പറഞ്ഞ ഐഡിയ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്ക. അതായത് ചേട്ടൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാ, ചേട്ടനെ ഇവിടെ കൊണ്ടാക്കിയത് പോലീസുകാരാണല്ലോ. അതെ. നാളെ ചേട്ടൻ ഡ്യൂട്ടിക്ക് ചെല്ലാതാകുമ്പോ അവരെല്ലാം കൂടെ ഇങ്ങോട്ട് അന്വേഷിച്ചു വരും. അങ്ങനെ നമുക്ക് രക്ഷപ്പെടാലോ. ആ പറഞ്ഞത് ബുദ്ധി തന്നെയാ, പക്ഷെ ഞാൻ പോലീസ് അല്ലല്ലോ. അപ്പൊ നീ പോലീസ് അല്ലേ? അല്ല, ഞാൻ വെറും ഹോം ഗാർഡ്. നട്ടുച്ച വെയിലത്ത് റോഡിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ വിധിക്കപ്പെട്ട വെറും ഹോം ഗാർഡ്. ഡെയിലി 175 രൂപ സാലറി. ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ ആരും എന്നെ തിരക്കേയില്ല. പോടാ. നേരം വെളുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിച്ച് നമുക്ക് രക്ഷപ്പെടാൻ നോക്കാം. ദേവസിച്ചായ, എനിക്കൊരു ഐഡിയ. എന്താ? എന്താ? കക്കൂസ് എവിടെയാ? എന്തിനാ? നമുക്ക് എല്ലാവർക്കും കൂടെ കക്കൂസിലോട്ട് പോകാം. പോടാ. അതിനല്ലാന്ന്, പിന്നെ രക്ഷപ്പെടാനുള്ള മാർഗം അവിടെ ഉണ്ടെന്നേ. ഇതൊക്കെ ശരിയാവോ? ശരിയാകുന്നു. ഇതുപോലത്തെ ഭിത്തി ഇടിച്ച് തുറന്നിട്ടല്ലേ രാത്രി പല പല വീടുകളിൽ ഞാൻ കയറിയിട്ടുള്ളത്. എന്താ പറഞ്ഞ? ഞാനൊന്നും പറഞ്ഞില്ല, ഇതിങ്ങ് തന്നെ. അതെ, ഇത് വച്ചിട്ട് ഞാൻ ഒരു ഇടി ഇങ്ങനെ ഇടിക്കും. അപ്പോ ആ ടൈമിങ്ങിന് തന്നെ നിങ്ങൾ ചുമച്ചിരിക്കണം. ഇതുപോലെ. അതെന്തിനാ? അതെ, ഇടിക്കുന്ന ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാനാണ് ചുമക്കുന്ന ശബ്ദം കൊടുക്കുന്നത്. അതിന് തന്നെ. അവരുണർന്നാൽ വന്ന് പറയാ എന്റെ ഭാര്യ അവിടെ നിർത്തിയിട്ടുണ്ട്. ചുമക്കാൻ മറക്കരുത്, ടൈമിംഗ് ആയിരിക്കണം. റെഡി? വെരി ഗുഡ്. ഇതൊന്നും ഇങ്ങനെ ചുമച്ചാ എനിക്ക് ഇടിക്കാൻ പറ്റൂല. ഇത് ഒറിജിനലാണ്. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ 2-2.5 മണിക്കൂർ പോവും. ഞാനിപ്പൊ നിർത്തിത്തരാം. ഭാഗ്യം ഇപ്പൊ നിന്നല്ലോ. ഇനി ഞാൻ ഇടിക്കുമ്പോ നിങ്ങൾ മാത്രം ചുമക്കണ്ട. രക്ഷപ്പെടാനുള്ള പുറപ്പാട്. എന്നെ പറ്റി ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അവസരം. ഈ എസ്കേപ്പ് വിവരം എത്രയും പെട്ടെന്ന് അവരറിയിക്കണം. കാണിച്ചു തരാട്ടാ. നീ ഇവിടെ എല്ലാവർക്കും രക്ഷപ്പെടണ്ടേ? രാജേട്ടൻ ഇപ്പൊ ഭിത്തി പൊളിക്കും. നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ. ഞാനിപ്പോ തന്നെ രക്ഷപ്പെട്ടിരിക്കുന്നു. എനിക്ക് അവരെ തീവ്രവാദിക്ക് ഒപ്പിച്ചേരണം. നീ ഒന്ന് വിട്ട, നിങ്ങളെ പിടിച്ചു കൊടുത്താലേ അവരെന്നെ സംഘത്തിച്ചു. ശരത്തണ്ണ, നീ അവിടെ ശരത്തണ്ണ, അയ്യപ്പണ്ണ, ശാമ്പണ്ണ. രക്ഷപ്പെട്ടു. ആദ്യം ഞാൻ രക്ഷപ്പെടും, എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരെയായിട്ട് ഞാൻ രക്ഷപ്പെടുത്തും. എന്നെ തള്ളി പുറത്താക്കും. എവിടെയോ കയറി ഉടക്കി. ഇവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ രക്ഷപ്പെടും. പിന്നെ എന്റെ ഭാര്യ, അമ്മണി, പിന്നെ എന്റെ മക്കള്. അത് കഴിഞ്ഞിട്ട് നീ തർക്കിക്കല്ലേ. എന്റെ പകുതി അകത്താണ്, ബാക്കിയൂടെ തള്ളി പുറത്തിട്. അങ്ങോട്ട് പോട്ടെ.
ഇപ്പൊ ഞാൻ പറഞ്ഞ വിശ്വാസമില്ലേ? അങ്ങനെ എന്താ ജയ? ഇതിന്ന് നോക്കിക്ക. ഏകദേശം പുറത്തു വന്നതായിരുന്നു. നിങ്ങൾക്ക് എന്താ മിണ്ടാത്തെ? രക്ഷപ്പെടാൻ ഞങ്ങള് സമ്മതിക്കില്ല. ആ കിഡ്നാപ്പേർക്ക് ഞങ്ങള് വാക്ക് കൊടുത്തതാ. ഇല്ലടി? നിങ്ങളെല്ലാം ഇവൻ രക്ഷപ്പെട്ടവരെ നമ്മൾ രക്ഷപ്പെടുത്തുന്നു. കൊള്ളി മാറുക. രക്ഷപ്പെട്ടാൽ അതെ, ഞാൻ പിടിച്ചു വലിച്ച് എനിക്ക് വയ്യാണ്ടായി. ഇനി നിങ്ങൾ പിടിച്ചു വലിക്കും. അല്ലോ താഴോട്ട് പോണ്. അങ്ങനെ ആക്കരുതെന്ന്. പിടി, ഇങ്ങോട്ട് തള്ളു. ഇപ്പൊ ചൂളം കുത്തിയത് നിനക്ക് മനസ്സിലായില്ലേ? ശരിക്കും എല്ലാരും കൂടെ ഒന്ന് ഉത്സാഹിക്കും. പിടിച്ച് വലിക്കാതെ മൊത്തം തള്ളി പുറത്തിട്. ഇത് ആരിട്ട് വലിക്കുന്നത്? അവരൊന്നും വരൂല. അവരൊക്കെ ഉറക്കമൊരിക്കും. നിങ്ങൾ എന്നെ തള്ളി പുറത്തിട്. ഇതെങ്ങോട്ട് കൊണ്ടുപോണ്? പിടിച്ച് വലിച്ച് ഞാൻ രക്ഷപ്പെടില്ലായിരുന്നു. നിങ്ങൾക്ക് വേണ്ടത് പണമല്ലേ? You need money? I'll give you. എന്റെ ഫോൺ ഇങ്ങ് തരൂ. ഡാഡിയുടെ പേഴ്സണൽ നമ്പർ അതിലുണ്ട്. ഞാൻ സംസാരിക്കാം. I'll talk to him. സർ, ശ്രേയാണ്. ഡാഡി, ഇത് ഞാനാ. മതി. മോളെ ശ്രേയ, മോളെ പറ, മോളെ എവിടുന്നാ വിളിക്കുന്നത്? ജയശങ്കർ, പോലീസിനേക്കാൾ വേഗത്തിൽ നീ ഞങ്ങളെ തേടിയെത്തുന്നറിയാം. ആരാ നീ? എന്താ നിന്റെ ഉദ്ദേശം? തിരക്ക് കൂട്ടില്ലേ? ആരാണെന്നും എന്താണെന്നൊക്കെ പറയാം. നിന്റെ മകളെ നിനക്ക് ജീവനോടെ വേണമെങ്കിൽ 4 കോടി രൂപയുമായി നീ വാ. അതുവരെ നിന്റെ മകൾ സുരക്ഷിതയായിരിക്കും. ഹലോ ഹലോ, സ്റ്റീഫ, കമ്മീഷണറിലേക്ക്. കമ്മീഷൻ ലൈനിലുണ്ട്. മിസ്റ്റർ വർമ്മ. ജയശങ്കർ, നിങ്ങൾ കാശ് കൊടുക്കരുത്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. വിത്തിൻ 24 hours നമ്മൾ അവരെ അറസ്റ്റ് ചെയ്തിരിക്കും. ഞാനിപ്പോ അവരോട് സംസാരിച്ചതേ ഉള്ളൂ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. എന്റെ മോളെ കിട്ടിയിരിക്കണം. കർത്താവേ, എനിക്ക് തരാനുള്ള കാശിന് പകരം ഈ വീടും പറമ്പും എൻ്റെ പേരിൽ എഴുതി വെക്കാനുള്ള സൽബുദ്ധി ദേവസ്വയ്ക്ക് തോന്നണമേ. ആരാണ് പോയി നോക്കൂ. അതെ, ഇവിടെ വരുന്നവർക്കൊക്കെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഓക്കെ ആണോ? എന്താന്ന്? ഭക്ഷണം താമസ സൗകര്യം ഉണ്ടോന്ന്? ഇല്ലെങ്കിൽ താൻ കൊടുക്കോ? എന്നാ പോയി തുറന്നോ.
കർത്താവേ, കുരിയച്ചൻ. കുര്യാക്കോസാ, കുര്യാക്കോസ്. ആരേ കുര്യാക്കോസ്? പലിശക്കാരനാ. ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് കുറെ കാശ് കടം വാങ്ങി അതിന്റെ പലിശ വാങ്ങിക്കാൻ വന്നിരിക്കുക. അയാളെ പറഞ്ഞു വിട്. എങ്ങനെയാണ് പറഞ്ഞു വിടൂ?